തീവ്രത കൂടിയ രാഹുലിനെ ഞങ്ങൾക്ക് വേണ്ട, തീവ്രത വളരെ കുറഞ്ഞ ശശിയെ ഞങ്ങൾക്ക് മതി. CPM ഞരമ്പ് രോഗിയും വമ്പിച്ച സാമ്പത്തിക തട്ടിപ്പും നടത്തിയ PK ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ആ PK ശശിയെ VD സതീശൻ അളിഞ്ഞ നിലപാടുകളുടെ രാജകുമാരൻ പാർട്ടിയിലേക്ക് എടുക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാം. ആ തീവ്രത കുറഞ്ഞ PK ശശി ഒറ്റപ്പാലത്ത് UDF സപ്പോർട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അങ്ങേർക്ക് കിട്ടിയ ചിഹ്നം എന്ന് പറയുന്നത് തെങ്ങുംതോപ്പാണ്. ഇന്ന് ശശിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യ പ്രാസംഗികനായി എത്തിയത് മറ്റാരുമല്ല, ശശിയുടെ കൂട്ടുകാരൻ സതീശനായിരുന്നു. ഇന്ന് ആ സതീശനും PK ശശിയും പരസ്പരം ചൊറിഞ്ഞു സംസാരിക്കുന്നത് നമുക്കൊന്ന് കണ്ട ശേഷം വാർത്തയിലേക്ക് വരാം. ആദ്യം സതീശൻ്റെ ആ വാക്കുകൾ കേൾക്കുക. ഓർക്കുക, ഈ സതീശനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നിലപാടെടുത്തത്. നമ്മൾ ഓർത്തോണം. എന്തിൻ്റെ പേരിലായിരുന്നു? ആരോ നൽകിയ പരാതിയിന്മേൽ കോടതി പോലും ഇന്ന് തന്നെ നോക്കുക, ബഹുമാനപ്പെട്ട കോടതി, സുപ്രീം കോടതി ആ വിഷയത്തിൽ ഇടപെടുവാൻ സാധ്യമല്ല എന്ന് വിധി പുറപ്പെടുവിച്ചു. ഇതിൻ്റെ വാർത്തകളൊന്നും ആരും കാര്യമായി കൊടുത്തിട്ടില്ല, ഇവരാരും ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്രകാരമുള്ള ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആ പരാതി വലിയ മഹാ അപരാധമായി എടുത്ത് ഏതാണ്ട് 6 മാസക്കാലത്തോളം ഈ പാർട്ടിയെ പ്രതിസന്ധിയിലും പ്രതിരോധത്തിലുമാക്കിയ ആ വിഷയം ആളിക്കത്തിച്ച, ആ വിഷയത്തിൽ രാഹുലിനെ ഇല്ലാതാക്കിയ ആ VD സതീശനാണ് ഈ ഞരമ്പ് രോഗിയെ, ഈ സാമ്പത്തിക തട്ടിപ്പുകാരനായ PK ശശിയെ എടുത്ത് UDFിനൊപ്പം ചേർക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഞരമ്പ് രോഗിയെ വാനോളം പുകഴ്ത്തി VD സതീശൻ ഇന്ന് സംസാരിച്ചത് കാണുക. UDF അധികാരത്തിലേക്ക് വരുമ്പോൾ ഒറ്റപ്പാലത്ത് നമ്മൾ പിന്തുണയ്ക്കുന്ന PK ശശി നിയമസഭയിൽ ഉണ്ടാകണം. അദ്ദേഹം തെങ്ങിൻതോപ്പ് ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അത് കൈ ചിഹ്നമാണെന്ന് വിചാരിച്ചോളാം എല്ലാവരും. അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. അവസാന സമയത്തുണ്ടായ ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ കൈ ചിഹ്നത്തിൽ തന്നെ മത്സരിച്ചത് ലാസ്റ്റ് മിനിറ്റായി പോയി. അത്ര വിചാരിച്ചാൽ മതി. കൈ ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നു, കേരളത്തിലെ UDFിന്റെ, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസ്റ്റീജാണ് PK ശശിയെ വിജയിപ്പിക്കാവുന്നത്. CPMൽ നടക്കുന്ന വൃത്തികേടുകൾക്കെതിരായി പോരാടുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ മുൻനിരയിലാണ് PK ശശി. PK ശശിയുടെ തിരിച്ചുള്ള ആ ചോർച്ചിൽ നമുക്കൊന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. അപ്പുറവും ഇപ്പുറവും നിൽക്കുമ്പോഴും എനിക്ക് ഏറെ മതിപ്പുണ്ടായ ഒരു നേതാവാണ്. എനിക്ക് ഏറെ വലിയ മതിപ്പുണ്ടായ ഒരു നേതാവാണ്. നിയമസഭയിൽ അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ഭരണപക്ഷ ബെഞ്ചിലാണെങ്കിലും അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ ഭാഗത്താണെങ്കിലും ശരി, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും സശ്രദ്ധം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടാണ്. ഞാൻ ഉറപ്പിച്ചു നിങ്ങളോട് പറയുന്നു, കേരള രാഷ്ട്രീയത്തിലെ നിലപാടുകളുടെ രാജകുമാരനാണ് ശ്രീ VD. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന കാര്യം. ഞാൻ ബഹുമാനിക്കാനുള്ള കാരണം അത് തന്നെയാണ്. ശശിക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതി ആദ്യം ഉയർന്നത് 2017 2017 പാലക്കാട് മണ്ണാർക്കാട്ട് വെച്ച് നടത്തിയ DYFI സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് അതിലെ ഒരു ഡെലിഗേറ്റ് ആയിരുന്ന ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറി എന്നതായിരുന്നു വലിയ വിവാദമായത്. ഇതിൻ്റെ തീവ്രത അളക്കുവാൻ ബാലൻ, ശ്രീമതി നേതാക്കൾ വരികയും തീവ്രത വളരെ കുറവായിരുന്നു എന്ന പരാമർശവുമൊക്കെ ഇന്നും ചർച്ചാ വിഷയമാണ്. അതിനുശേഷമാണ് പീഡനങ്ങളുടെ തീവ്രത അളക്കുന്ന അളവുകോലിനെ കുറിച്ച് പോലും നമ്മുടെ ഇടയിൽ സംസാര വിഷയമായത്. ആ ശശിക്കെതിരെ ഇപ്രകാരം ഒരു ലൈംഗിക അപവാദ കേസ് മാത്രമല്ല ഉണ്ടായത്,
നിരവധി സാമ്പത്തിക തട്ടിപ്പ്, ഫണ്ട് തട്ടിപ്പ്, ഫണ്ട് വകമാറ്റൽ പരാതികളും ഉണ്ടായി. പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും ഷൊർണൂർ MLA-യും KTDC ചെയർമാനും ഒക്കെയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ പേരിലാണ് ഇയാളെ പാർട്ടി പുറത്താക്കിയത്. നിരവധി പരാതികൾ ഇയാൾക്കെതിരെ പാർട്ടിയിൽ ഉണ്ടായി. അതിലേറ്റവും പ്രധാനം മണ്ണാർക്കാട് വിദ്യാഭ്യാസ സഹകരണ സൊസൈറ്റിയിൽ നടത്തിയ തട്ടിപ്പാണ്. ഏതാണ്ട് 5,49,00,000 രൂപ പാർട്ടി അറിയാതെ ഇദ്ദേഹം ഓഹരി സ്വീകരിച്ചു എന്നാണ് ഒരു പരാതി. മറ്റൊരു പരാതി എന്ന് പറയുന്നത് പാർട്ടി ഫണ്ട് കോടികൾ ഇയാൾ തിരിമറി നടത്തി എന്നാണ്. വിഭാഗീയതയുടെ കാലത്ത് ഉണ്ടായ ഒരു വിത്താണ് ഈ PK ശശി. അന്ന് VS അച്യുതാനന്ദനെതിരെ ശക്തമായ നിലപാടെടുത്ത് ഇയാൾ ശ്രദ്ധിക്കപ്പെട്ടു. അങ്ങനെയാണ് ഓരോ പദവികളിലേക്ക് ഇയാൾ വന്നു കയറിയത്. പാലക്കാട് വിഭാഗീയത രൂക്ഷമാകുകയും ഇതുപോലെയുള്ള ഫണ്ട് തട്ടിപ്പുകളും ലൈംഗിക അപവാദ കേസുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തപ്പോൾ പാർട്ടി ശക്തമായി നടപടിയെടുത്ത് അതിനെ തുടർന്നാണ് ഇയാൾ UDF-ലേക്ക് ചേക്കേറിയത്. ഇതുപോലെയൊരു ആഭാസനെയാണ് ഈ നിലപാടുകളുടെ നാഴികയ്ക്ക് 40 വട്ടം നിലപാടുകളുടെ രാജകുമാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആ VD സതീശൻ ഈ ഞരമ്പ് രോഗിയെ എടുത്ത് UDF-ൽ വെച്ചത്. എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ നിന്ന് സംസാരിച്ചതാണ് നമ്മൾ കണ്ടത്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയുവാനുള്ളത്, നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഞരമ്പ് രോഗിയെ, ഈ കുതികാലി വെട്ടിയെ, തരാതരം പാർട്ടി മാറി നടക്കുന്ന ഈ സാമ്പത്തിക തട്ടിപ്പുകാരനെ നിങ്ങൾ വിജയിപ്പിക്കരുത്. ഇയാളെ വിജയിപ്പിച്ചാൽ അത് നൽകുന്ന സന്ദേശം വളരെ തെറ്റായിരിക്കും. രാഹുലിനെ കൈവിട്ട് PK ശശി എന്ന ഞരമ്പ് രോഗിയെ പാർട്ടിയിലേക്ക് വിളിച്ചു കയറ്റി ഇതുപോലെ ഒറ്റപ്പാലം പോലുള്ള ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്ന VD സതീശൻ്റെ നിലപാട് പൊതുജനങ്ങളുടെ മുന്നിൽ അപഹാസ്യമായി തീരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.